ഹലോ, വെൽക്കം ടു ഐറിൻസ് വേൾഡ്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് UAE തന്നെ ഏറ്റവും വലിയ ഡയറി ഫാമായ അൽ റവാബി ഡയറി ഫാമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് അൽ കവനീജ് എന്ന ദുബായിയുടെ മരുഭൂമിയിലാണ്. ഇനിഷ്യലി ഒരു 500 പശുക്കളെ ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങിയ ഫാമാണിത്. ഇന്ന് ഏകദേശം 18,000-ൽ പരം പശുക്കളുണ്ട് ഇവിടെ. ദിവസവും 40 മുതൽ 50 പശുക്കിടാങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അവർ ഈ ഫാം യൂണിറ്റിനെ അബുദാബിയിൽ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്ലാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ട് ചെയ്ത പശുക്കളായതുകൊണ്ട് അവർക്ക് ഇവിടുത്തെ ചുട്ടുപൊള്ളുന്ന ചൂട് സഹിക്കാനാവുകയില്ല. അതുകൊണ്ട് അവരുടെ ഷെഡുകളിൽ AC ഘടിപ്പിച്ച് 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് ഈ പശുക്കളെ എല്ലാം സംരക്ഷിച്ചു പോരുന്നത്. ഇതിനുള്ള ഊർജ്ജം അവർ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പശുവിൻ്റെ ചാണകത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഊർജ്ജത്തിലൂടെയാണ് അവർ ACയും മറ്റു കാര്യങ്ങളും എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവരുടെ മിൽക്കിംഗ് യൂണിറ്റാണ്. പശുക്കളെ കറക്കുന്ന ഒരു സ്ഥലമാണ്. പശുക്കളെല്ലാം അതിനു വേണ്ടി നിരനിരയായിട്ട് കൊണ്ടുവരികയും പശുക്കളെയെല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കുകയും ചെയ്യും. പശുക്കളെയെല്ലാം സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 3 പ്രാവശ്യം പാല് കറക്കുന്നുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം പശുക്കളെ കുളിപ്പിക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും അതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇനി മിൽക്ക് ചെയ്യുന്നതിന് അവർ മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഓരോ തവണയും മെഷീൻ്റെ യൂസ് കഴിയുമ്പം അവർ ക്ലീൻ ചെയ്യുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പാലിനകത്ത് ഒരു തരി പോലും ചെളിയോ അണുക്കളോ കലരാതിരിക്കാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ക്വാളിറ്റി ഇവർക്ക് വളരെ പ്രധാനമാണ്. എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ പ്രൊഡക്റ്റ് റിജക്റ്റ് ആവും. പാല് കറക്കാനായിട്ട് വന്ന് നിൽക്കുന്ന പശുക്കൾക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടി ഫാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് റിലാക്സ് ചെയ്യാനായിട്ട്. പാല് കറക്കുന്ന സമയത്ത് ഈ ചുമന്ന ബട്ടൺ തെളിഞ്ഞു നിൽക്കുകയും പാല് കറന്നതിന് ശേഷം ബട്ടൻ്റെ കളറ് ഗ്രീനായി മാറുകയും ചെയ്യും. പശുക്കിടാങ്ങൾക്കെല്ലാം അവർ സെപ്പറേറ്റ് കേസിലിട്ടാണ് വളർത്തുന്നത്. അവർക്ക് വേണ്ട ഫുഡും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. മെയിൻ ഫുഡെന്ന് പറയുന്നത് കോൺഫ്ലേക്സ് പൊടിച്ചതാണ്. നമ്മൾ കാണുന്ന ഒരു ജ്യൂസ് പ്ലാന്റ് ആണ്. ശനിയാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയതുകൊണ്ട് ഞങ്ങൾക്കത് ഉള്ളിൽ കയറി കാണാൻ പറ്റിയില്ല. കാരണം അന്ന് അവധിയായിരുന്നു. അതുകൊണ്ട് അവരകത്ത് കയറ്റി കാണിച്ചില്ല. ഇത് സ്റ്റാഫിനുള്ള ഫുഡ് കോർട്ടും അതുപോലെ തന്നെ അവരുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെയാണ്. കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സ്റ്റാഫിന് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പശുക്കൾക്ക് കൊടുക്കുന്ന ഫീഡാണ്. മെയിൻലി ആയിട്ട് അവർ കൊടുക്കുന്നത് കോൺഫ്ലേക്സ് പൊടിച്ചതും ബാർലി പൊടിച്ചതും പിന്നെ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ആണ്. അത് അവരുടെ ട്രേഡ് സീക്രട്ടാണ്, നമുക്കറിയാൻ പറ്റത്തില്ല. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റാണ്. മിൽക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ്. അതായത് ഈ പാലുകളെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ടെസ്റ്റിങ്ങിന് പോകും. ക്വാളിറ്റി ടെസ്റ്റിങ് പാസ്സായി കഴിഞ്ഞാൽ മിൽക്കിനെ ഇവർ 3ആയിട്ട് തരംതിരിക്കും. 3 കാറ്റഗറിയിലുള്ള മിൽക്കാണ്. ഒന്ന് ലോ ഫാറ്റ് മിൽക്ക്, ഒന്ന് നോർമൽ മിൽക്ക്, ഒന്ന് ഡബിൾ ക്രീം മിൽക്ക്. ലോ ഫാറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ക്രീമെല്ലാം റിമൂവ് ചെയ്തിട്ട് അത് ഡബിൾ ക്രീം മിൽക്കിലേക്ക് ആഡ് ആക്കും. അങ്ങനെയാണ് ഡബിൾ ക്രീം മിൽക്ക് ഉണ്ടാവുന്നത്. നോർമൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള പശുവും പാൽ, അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. Outside, and we see this also. I told you there they putting the skimmed milk, the low fat, the full fat, the double cream. After that it's coming for the production. After the production it's happening the packaging. After the packaging happens, it go for the cold store inside. You see it inside cold store of the Rawabi. After that, this is the car. You see it in the road, the Rawabi car. After that, go for the store. Go for Nistu, go for Jamia, for Lulu. And after that, from this, you will see it in the chiller. The place which you take the milk from it. And after that, for the consumer, we drink. ഇതവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. അതായത് പാസ്ചറൈസേഷൻ ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ഓരോ കാറ്റഗറി ആയിട്ട് മിൽക്കിനെ തരംതിരിച്ചിട്ട് അവർ പാസ്ചറൈസ് ചെയ്ത് അതത് ബോട്ടിലുകളിലേക്ക് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതിന് വേണ്ടിയുള്ള കൺവെയർ ബെൽറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. മിൽക്ക് കൂടാതെ ഫ്ലേവേർഡ് മിൽക്ക് കിട്ടും. അതായത് സ്ട്രോബെറി ഫ്ലേവറിൽ, മാംഗോ ഫ്ലേവറിൽ, ചോക്ലേറ്റ് ഫ്ലേവറിൽ എല്ലാം മിൽക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓരോ കുപ്പികളിലായിട്ട് നിറയ്ക്കുന്ന ഒരു യൂണിറ്റാണ് ഇത്.
അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് വെളിയിലേക്ക് ഇറങ്ങി. ഇനിയും നമ്മുടെ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. നല്ല ചൂട് സമയമാണ്. ഉച്ചനേരത്തായിരുന്നു ഞങ്ങൾ ഫാം വിസിറ്റിന് പോയത്. ഇവിടെ തിരിച്ചു പോകുമ്പം എല്ലാവർക്കും ഒരു കിറ്റ് കൊടുത്തു വിടുന്നുണ്ട്. അതായത് ഒരു ഫ്രൂട്ട് ജ്യൂസും ഒരു ക്രോയിസൻ്റ് പാക്കറ്റുമാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഫാം വിസിറ്റിന് വരുന്നത് നമ്മൾ ഫ്രീ ആയിട്ടാണ്. എങ്കിലും തിരിച്ചു പോകുമ്പോൾ അവർ നമ്മളെ വെറും കൈയോടെ പറഞ്ഞയക്കുന്നില്ല. എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്താണ് തിരിച്ചു വിടുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫാം വിസിറ്റ് കഴിഞ്ഞു. ബൈ ബൈ.